الحمد لله هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإبراهيم إذ قال لقوم اعبدوا الله واتقوه ذلكم خير لكم إن كنتم تعلمون إنما تعبدون من دون الله أوثانا وتخلقون إفكا إن الذين تعبدون من دون الله لا يملكون لكم رزقا فابتغوا عند الله الرزق فاعبدوه واشكروا له إليه ترجعون. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, വിശ്വാസികളെ, പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചും മാനിച്ചും ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും വസിയത്ത് ചെയ്യുക. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിനെ സംവിധാനിക്കുകയും അതിനെ പരിപാലിക്കുകയും അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പടച്ചതമ്പുരാന്റെ എണ്ണിയാലൊടുങ്ങാത്ത ദൃഷ്ടാന്തങ്ങൾ ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനും ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകളും വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ സൂറകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഫലാ യൻദുറൂൻ അഫലാ തഅഖിലൂൻ അഫലാ യഅഖിലൂൻ അഫലാ യതദബ്ബറൂൻ അഫലാ യതഫക്കറൂൻ അഫലാ തതഫക്കറൂൻ തുടങ്ങിയ രൂപത്തിലുള്ള ഒരുപാട് പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പദപ്രയോഗങ്ങളൊക്കെ അർത്ഥമാക്കുന്നത്
ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, തഫക്കറു ലി ഖൽഖില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. വലാ തഫക്കറു ലി ദാത്തില്ല, അള്ളാഹുവിൻ്റെ സത്തയെക്കുറിച്ച് അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചിട്ടായിരിക്കണം മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു ഉപദേശം. വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ സൂറത്തായ സൂറത്തുൽ ആൽ ഇംറാനിലെ അവസാനത്തെ ആയത്തുകളിൽ 190-191 ആയത്തുകളിൽ അള്ളാഹു ഈ ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകൾ മാറി വരുന്നതിൽ, ല ആയാത്തിൻ, തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്, ലി ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക്, ചിന്താശേഷിയുള്ള ആളുകൾക്ക് ആ പറയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരുപാട് ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. പലപ്പോഴും ഞാനും നിങ്ങളും ആകാശഭൂമികളെ കുറിച്ചോ രാപ്പകലുകൾ കൃത്യമായി മാറി വരുന്നതിനെ കുറിച്ചോ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ പലപ്പോഴും ചെയ്യാറില്ല. തുടർന്ന് അല്ലാഹു ആരാണ് ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖൂദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണവർ, അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണവർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തുടർന്ന് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ചിന്തയും പഠനവും നടക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു വാക്ക് എന്ന നിലക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, റബ്ബന, പടച്ച തമ്പുരാനെ, മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഒരിക്കലും ഇതൊന്നും വൃഥാ സൃഷ്ടിച്ചിട്ടുള്ളതല്ല. ഇത്രമാത്രം കുറ്റമറ്റ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് യാതൊരു ഉദ്ദേശവുമില്ലാതെ അനാവശ്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതല്ല ഇത്. ഈ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഏതോ ഒരു മഹത്തായ ലക്ഷ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അത്തരം ആളുകൾ പറയുന്ന ഒരു പദപ്രയോഗം, സുബ്ഹാന, നീ എത്ര പരിശുദ്ധനാണ്. ഇതാണ് ദിക്ർ എന്ന് പറയുന്നത്. നമ്മൾ മനസ്സറിയാതെയാണ് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് എന്നായാലും അൽഹംദുലില്ലാഹ് എന്നായാലും അല്ലാഹു അക്ബർ എന്നാണെങ്കിലും മനസ്സറിയാതെ നാവുകൊണ്ട് നമ്മൾ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല ദിക്റുകൾ ഉരുവിടേണ്ടത്. മറിച്ച് ഈ പറയപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുന്നത്, അള്ളാഹുവിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സന്ദർഭത്തിൽ മനസ്സിന്റെ അന്തരാളങ്ങളിൽ വന്നു വരുന്ന ഒരു വാക്കാണ് സുബ്ഹാന,
നീ എത്ര പരിശുദ്ധനാണ് പടച്ചവനെ, നീ ഫഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ആ ഒരു ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയെ ഇങ്ങനെ സംവിധാനിച്ചിട്ടുള്ളത്. വഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത്? നല്ലത് എന്നല്ല പറഞ്ഞത്, ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല അമലാണ് നമ്മൾ ചെയ്യേണ്ടത്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും മുഅ്മിനീങ്ങളായ കൂട്ടത്തിലും ഒന്നാമനായി മാറാൻ നമുക്ക് സാധിക്കണം. അന അവ്വലുൽ മുസ്ലിമീൻ, അന അവ്വലുൽ മുഅ്മിനീൻ എന്ന ഒരു തലത്തിലേക്ക് വളർന്നു വരാൻ നമുക്ക് സാധിക്കണം എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അതെങ്ങനെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പം, പഠിക്കുകയും മനനം ചെയ്യുകയും ഗവേഷണം നടത്തുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആത്യന്തികമായ ഒരു അറിവുണ്ട്. ആ അറിവ് അല്ലാഹു ഏകനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഒരുവനാണ്. പരിപാലിക്കുന്നതും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെ സംഹരിക്കുന്നതുമൊക്കെ ഏകനായ ഒരു റബ്ബാണ് എന്ന ആശയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അങ്ങനെ എത്തുമ്പോഴാണ് ആ റബ്ബിനെ മാത്രമായിരിക്കണം നമ്മൾ ആരാധിക്കേണ്ടത് എന്ന അടിസ്ഥാനപരമായ രണ്ടാമത്തെ ഒരു അറിവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുക. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂക്തമായ സൂറത്തുൽ ബഖറയിലെ 21, 22 ആയത്തുകൾ. ആ ആയത്തുകളിൽ എന്തിനാണ് അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്നത്? പടച്ചവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റെല്ലാ ആളുകളെയും ഒഴിവാക്കണമെന്ന് പറയാനുള്ള കാരണമെന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ. വിശ്വാസികളെ എന്നല്ല വിളിച്ചത്, മുഅ്മിനീങ്ങളെ എന്നല്ല വിളിച്ചത്, ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഇതെല്ലാ ആളുകളും ഉൾക്കൊള്ളേണ്ട ഒരാശയമാണ്. എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരാശയമാണ്. ആ ആശയം യഥാവിധി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സത്യത്തിലേക്കാണ് കടന്നു വരിക എന്നതുകൊണ്ടാണ് ജനങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആയിരിക്കണം ആരാധിക്കേണ്ടത്. റബ്ബ് എന്ന പദത്തിന്റെ അർത്ഥം പടിപടിയായി ഒരാളെ വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ്. നമ്മൾ രക്ഷിതാവ്, നാഥൻ എന്നൊക്കെ ആ പദത്തിന് മലയാളത്തിൽ അർത്ഥം പറയാറുണ്ടെങ്കിലും റബ്ബ് എന്നതിന് സമാനമായ ഒരു മലയാള പദം കണ്ടെത്താൻ കഴിയില്ല. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഓരോ രംഗങ്ങളിലും ഉമ്മയുടെ ഗർഭാശയത്തിൽ അവിടെ തുടക്കം മുതൽ, അവിടുന്ന് തുടങ്ങുന്നത് മുതൽ മരിക്കുന്നത് വരെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ സെക്കൻഡുകളിലും എന്താണോ നമുക്ക് ആവശ്യം, ആ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് നൽകിയിട്ട് നമ്മെ വളർത്തിക്കൊണ്ടുവരുന്നവൻ, അതാണ് റബ്ബ് എന്ന പദത്തിന്റെ അർത്ഥം. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആരാണ് ആ റബ്ബ്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെയും സൃഷ്ടിച്ചവൻ ആരോ? അവൻ ഒരുവൻ മാത്രമാണ്. പ്രവാചകന്മാരായ ആളുകൾ, മഹാന്മാരായ ആളുകൾ, അവരാരും നമ്മെ പടച്ചവരല്ല. അവരും ഏതെങ്കിലും മാതാപിതാക്കളുടെ മക്കളായിട്ട് ഈ ലോകത്തേക്ക് കടന്നു വന്ന ആളുകളാണ്. സൃഷ്ടാവ് എന്നത് അവൻ ഏകനാണ്. ആ ഏകനായ അല്ലാഹുവിനെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറാം. തുടർന്ന് അല്ലാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് എടുത്തു പറയുന്നത്. ഈ അനുഗ്രഹങ്ങളെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നവരാണ്.
കണ്ണുകൊണ്ട് കാണുന്ന നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ പടച്ച തമ്പുരാനെ ആയിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഈ ഭൂമിയെ നിങ്ങൾക്ക് മനോഹരമായി സംവിധാനിച്ചു തന്നിരിക്കുന്നവൻ. ഭൂമി എന്ന ഒരു ഗോളത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളം. ആ ചലനമെന്ന സ്വഭാവം നമ്മൾ അറിയുന്നില്ല. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ വീഴാതെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന പടച്ച തമ്പുരാൻ ഈ ഭൂമിയിൽ നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി ആകാശത്തെയും അല്ലാഹു വളരെ മനോഹരമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ. മൂന്നാമതായി അല്ലാഹു പറയുന്നത് ആകാശത്ത് നിന്ന് മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നു. ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ ഫലവിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇതൊക്കെ അല്ലാഹുവാണ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിവുള്ളവരായിരിക്കെ, വിവരമുള്ളവരായിരിക്കെ അല്ലാഹുവിൽ ഒരിക്കലും സമന്മാരെ ചേർത്താൻ പാടില്ല. അവനെ മാത്രമായിരിക്കണം നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അവനോട് മാത്രമായിരിക്കണം നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. അവനോട് മാത്രമായിരിക്കണം നിങ്ങൾ ഇസ്തിഗാസ ചെയ്യേണ്ടത്. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ, നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്, പോഷണത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. രണ്ടാമത്തത് വെള്ളം എന്ന് പറയുന്നത്. ഈ രണ്ട് വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കാൻ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹു ആവശ്യപ്പെടുകയാണ്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി. മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് തീന്മേശയിൽ, നമ്മുടെ സുഫ്രയിൽ എങ്ങനെയാണ് ഈ ഭക്ഷണം എത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു പറയാണ്, ഒന്ന് ചിന്തിക്കണം, ഒന്ന് നിങ്ങൾ ആലോചിക്കണം. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബ. നമ്മൾ എങ്ങനെയാണ് ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു തന്നിട്ടുള്ളത്? വശഖഖ്നൽ അർള ശഖ്ഖ. എന്നിട്ട് ഭൂമിയെ പിളർത്തിയിട്ട് ആ വെള്ളത്തെ ഭൂമിയുടെ അടിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി. ഫഅംബത്നാ ബിഹി. അതിനുശേഷം നമ്മൾ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബൻ വഖലബൻ വസൈതൂനൻ വനഖലൻ വഹദായിക ഗുൽബൻ വഫാകിഹതൻ വഅബ്ബൻ. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും അതിൽപ്പെട്ടു. ഈ പറയപ്പെട്ടിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്ക് ലഭിച്ചത്, എങ്ങനെയാണ് എന്റെ തീന്മേശയിൽ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് എപ്പോഴെങ്കിലും മനുഷ്യ നീ ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും മറ്റ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന പക്ഷികളും മൃഗങ്ങളും എന്തൊക്കെയുണ്ടോ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ സംവിധാനം. നിങ്ങളാണത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ആ ഭൂമിയുടെ സന്തുലിതമായ നീക്കത്തിന് ഘടകവിരുദ്ധമായ സമീപനങ്ങൾ നിങ്ങൾ സ്വീകരിക്കാനും പാടില്ല. അത് നിങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ. ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലുമുള്ള
ഭൂമിക്ക് തകരാറുകൾ ഉണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഉണ്ടായിത്തീരുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കടലിലും കരയിലും ഒക്കെ കുഴപ്പങ്ങൾ. ആരാണ് ഇതിന് കാരണക്കാരൻ? ആരാണ് ഇതിന്റെ ഉത്തരവാദി? മനുഷ്യൻ തന്നെയാണ്. ബിമാ കസബത്ത് ഐദിൻ നാസ്. മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ പറയപ്പെട്ടിരിക്കുന്ന ഭൂമിയിൽ എന്തൊക്കെയാണോ ഇപ്പോൾ കുഴപ്പങ്ങൾ കാണുന്നത്, ആ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം മനുഷ്യനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. അപ്പൊ നിങ്ങൾക്കും മറ്റ് ജന്തുജാലങ്ങൾക്കും വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നാം കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഒരുപാട് ആയത്തുകൾ. ഒരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് ആകാശത്തു നിന്നാണ് നിങ്ങൾക്ക് ഭക്ഷണം ഇറക്കി തന്നത് എന്നാണ്. ഭൂമിയിൽ നിന്നല്ല, ആകാശത്ത് നിന്ന്. ഇപ്പൊ ഭൂമിയിൽ ഭക്ഷണം ഉണ്ടാകണമെങ്കിൽ, ഭൂമിയിൽ ഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ, കായ്കനികൾ ഉണ്ടാകണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം വെള്ളമാണ്. അത് ആകാശത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് റിസ്ക് ഇറക്കി തന്നവൻ ഞാനാണ്. അങ്ങനെ വല്ല ചിന്തയും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? രണ്ടാമതായി ഖുർആൻ പറഞ്ഞു, അഫറഅയ്തും മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മഴമേഘങ്ങളിൽ നിന്ന് ആ വെള്ളത്തെ ഇറക്കിയത് നിങ്ങളാണോ അതല്ല നാമാണോ? എന്തു മറുപടിയാണ് പറയാനുള്ളത്? മനുഷ്യൻ ബുദ്ധിപരമായ ഒരുപാട് വികാസം പ്രാപിച്ചു. പക്ഷേ വെള്ളത്തെ സൃഷ്ടിക്കാൻ ഒരാളെ കൊണ്ടാഴില്ല. വെള്ളമില്ല എങ്കിൽ ഭക്ഷണമില്ല. നമ്മൾ നിസ്സാരന്മാരാണ്, നമ്മൾ ബലഹീനനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഴ പെയ്യുന്നില്ല, ജൂണായിട്ട് മഴ പെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? ആകാശത്തേക്ക് രണ്ട് കണ്ണും നട്ടിട്ട് ആത്മാർത്ഥമായ പടച്ചതമ്പുരാനോട് കേണുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതല്ലാതെ ഈ പ്രപഞ്ചത്തിലുള്ള, ഈ ഭൂമിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെള്ളമുണ്ടാക്കുവാൻ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ചില ആളുകൾ പരിശ്രമിച്ചു നോക്കി. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വെള്ളമില്ലാത്ത സമയങ്ങളിൽ വെള്ളമുണ്ടാക്കാൻ രാസപ്രയോഗങ്ങൾ നടത്തിയിട്ട് വെള്ളമുണ്ടാക്കിയവര്. ഒരു ബക്കറ്റ് വെള്ളത്തിന് കോടിക്കണക്കിന് രൂപയാണ് ചെലവായത്. അതോടുകൂടി ആ പണി അവർ അവസാനിപ്പിച്ചു. ഇപ്പൊ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ റബ്ബിനെ മനസ്സിലാക്കുകയും ആ റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പം ആ റിസ്ക് തന്നിട്ടുള്ളവൻ അവനാകുന്നു എന്ന ഒരു തത്വത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരുണ്ടല്ലോ, അവർക്കാർക്കും ഇതിനൊരിക്കലും സാധിക്കുകയില്ല. അതാണ് സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളെ ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഇന്നമാ തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഔസാനൻ. നിങ്ങൾ അല്ലാഹുവിന് പുറമെ മറ്റു പല ബിംബങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. വതഖ്ലുഖൂന ഇഫ്കൻ. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുകയാണ്. ഈ ആരാധ്യന്മാരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹി ലാ യംലികൂന ലക്കും റിസ്കൻ. നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു റിസ്കും നിങ്ങൾക്ക് കൊണ്ടുതരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഫബ്തഹൂ ഇൻദല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം. അർറിസ്ക, ഭക്ഷണത്തിന് വേണ്ടി. ആ റിസ്ക് അല്ലാഹുവിനോട് തേടണം. വിശുദ്ധ ഖുർആൻ അവിടെ അവസാനിപ്പിച്ചില്ല. ആ റബ്ബിനോടാണ് നിങ്ങൾ ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്നതെങ്കിൽ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതെന്താ? വഅ്ബുദൂഹു, നിങ്ങൾ അവനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്. വഷ്കുറൂ ലഹു, അവന് മാത്രമായിരിക്കണം നിങ്ങൾ ശുക്ർ കാണിക്കേണ്ടത്, നന്ദി കാണിക്കേണ്ടത്.
ഇലൈഹി തുർജഊൻ, അവസാനം മടങ്ങി പോകേണ്ടത് അവന്റെ അടുക്കലേക്കാകുന്നു. അപ്പൊ ഇബാദത്തും ശുക്റും രണ്ടും എന്തിനാണ് അള്ളാഹുവിനെ സമർപ്പിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്? ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയത് നാമാണ്. അതുകൊണ്ട് നമ്മെ ആയിരിക്കണം, നമ്മോട് മാത്രമായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യേണ്ടത് എന്നാണ് സൂറത്തുൽ അൻകബൂത്തിലെ 16-17 ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഭക്ഷണത്തിന് നമ്മൾ നന്ദി കാണിക്കണം. ആ നന്ദി കാണിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മര്യാദകൾ, പലപ്പോഴും ആ മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചു വരുന്നവരാണ്. എന്നാലും പലപ്പോഴും നമ്മുടെ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അലസത കൊണ്ടൊക്കെ ഈ കാര്യങ്ങളൊന്നും യഥാവിധി ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വെച്ചു പുലർത്താറില്ല. അതിലാദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പം നിങ്ങൾ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കേണ്ടത്. ഇതറിയാത്ത ആളുകളല്ല നമ്മൾ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ബിസ്മില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടാണോ ഭക്ഷണം കഴിക്കാറുള്ളത്? ആ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ? ആ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ഈ ഭക്ഷണം കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ഭക്ഷണം എങ്ങനെയാണ് എനിക്കിവിടെ കിട്ടിയത്? ഞാൻ പീടികയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും ആ പീടികയിൽ അവസാനമായി എത്തിച്ചേർന്നത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പം, ആ പടച്ചതമ്പുരാൻ എനിക്ക് ചെയ്തു തന്നിരിക്കുന്ന ആ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുമ്പം, ആ പടച്ചതമ്പുരാനെ ഓർമ്മിച്ചുകൊണ്ടല്ലാതെ ഒരു വിശ്വാസിക്ക് ഭക്ഷണം കഴിക്കുന്നത് ആരംഭിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. എല്ലാ ആളുകളും ചൊല്ലും. പക്ഷെ ആ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിന് നമ്മൾ ആ അള്ളാഹു നമുക്ക് നൽകി തന്നിരിക്കുന്ന ആ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്നതുകൂടി ആ ബിസ്മില്ലാഹി എന്ന് പറയുന്നതോടുകൂടി നമ്മൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അക്കല അഹദുക്കും തആമൻ, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ഫൽയകുൽ, അവൻ പറയട്ടെ ബിസ്മില്ലാ എന്ന് പറയണം. ഫഇൻ നസിയ ഫീ അവ്വലിഹി, എന്നാൽ ഒരാൾ തിന്നാൻ തുടങ്ങുമ്പം ബിസ്മില്ലാ എന്ന് പറയാൻ മറന്നുപോയി, ഫൽയകുൽ, എങ്കിൽ അവൻ പറയണം. എപ്പോഴാണോ അവന് ഓർമ്മ വരുന്നത് അപ്പം പറയണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, തുടക്കത്തിലും അവസാനത്തിലും ബിസ്മില്ലാ എന്ന് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, ഏതൊരു നല്ല കാര്യവും ചെയ്യേണ്ടത് വലത് കൈകൊണ്ടാണ്. വലത്തേതിനെ മുന്തിക്കുക എന്നത് വിശ്വാസി അവന്റെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതാണ് ചെയ്യേണ്ടത്. അതൊരു സുന്നത്താണ്. ഒരു നിയ്യത്തുണ്ടാകണം നമുക്ക്. നമ്മൾ ചെരുപ്പ് ധരിക്കാറുണ്ട്. ആ ചെരുപ്പ് ധരിക്കുമ്പം വലത് കാല് ധരിച്ചാൽ, മുടി ചീകുമ്പം വലതുഭാഗം കൊണ്ട് തുടങ്ങിയാൽ, വസ്ത്രം ധരിക്കുമ്പം വലതുഭാഗം കൊണ്ട് തുടങ്ങിയാൽ, തുടങ്ങി ഏതൊക്കെ നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ വലത് കൈകൊണ്ടാണ് അല്ലെങ്കിൽ വലതുകൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലും വലത് കൈകൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അക്കല അഹദുക്കും ഫൽയഅകുൽ ബിയമീനിഹി, ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ രണ്ടാമതൊരു കാര്യം പറഞ്ഞു, അത് പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ ഒരു ഉപദേശമാണ്. നമ്മൾ ആളുകളെയാണ് ഭയപ്പെടുന്നത്. ആളുകൾ എന്താണ് വിചാരിക്കുക? എന്താണത്? വഇദാ ശരിബ, നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഫൽ യശ്രിബ് ബിയമീനി, അപ്പോഴും നിങ്ങൾ വലത് കൈകൊണ്ടാണ് കുടിക്കേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വലത് കൈകൊണ്ടാണോ വെള്ളം കുടിക്കാറുള്ളത്, അതല്ല ഇടത് കൈകൊണ്ടാണോ?
നമുക്ക് പ്രവാചകന്റെ സുന്നത്താണോ വലുത്, അതല്ല ജനങ്ങളുടെ തൃപ്തിയാണോ വലുത്? ഇത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. പ്രവാചകൻ പറഞ്ഞു, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുകയും ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക എന്നത് പിശാചിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, പൈശാചികമായ ഒരു സ്വഭാവമാകുന്നു അത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇടത് കൈ ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ ഇടത് കൈ ഉപയോഗിക്കുന്നത് പലപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ധാരാളം അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വലത് കൈയേക്കാൾ ഇടത് കൈക്കാണുള്ളത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ശാസ്ത്രീയമായ വശങ്ങൾ ഉണ്ടായി. പഠനം കൊണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. വലത് കൈയേക്കാൾ ഇടത് കൈയിലാണ് കൂടുതൽ അണുക്കളുള്ളത് എന്നത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും, നമുക്ക് തെളിയിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചർച്ചാ വിഷയം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ, പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ്. ആ പ്രവാചകന്റെ സുന്നത്തിനെ ആയിരിക്കണം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അതാണ് രണ്ടാമതായി പറഞ്ഞത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതിലാണ് ബറക്കത്തുള്ളത്. ഉപ്പ ഒരു സമയത്ത്, മകൻ വേറൊരു സമയത്ത്, ഭാര്യ വേറൊരു സമയത്ത്, മാതാപിതാക്കൾ വേറൊരു സമയത്ത്. ഉപ്പ ടിവിയുടെ മുമ്പില്, ഉമ്മ അടുക്കളയിൽ, മക്കള് ബെഡില്. ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണ രീതി. ആ ഭക്ഷണ രീതിയൊക്കെ മാറണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടിയിട്ടായിരിക്കണം കഴിക്കേണ്ടത്, ഒത്തൊരുമിച്ചിട്ടായിരിക്കണം കഴിക്കേണ്ടത്. അള്ളാഹുവിന്റെ നാമം നിങ്ങൾ സ്മരിക്കുകയും ചെയ്യണം. യുബാരിക് ലക്കും ഫീ, അള്ളാഹു നിങ്ങൾക്ക് അതിൽ ബറക്കത്ത് നൽകും. അതിലാണ് നിങ്ങൾക്ക് ബറക്കത്തുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായിട്ട് ഭക്ഷണ മര്യാദ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നാലാമതായിട്ട് മതം നിഷിദ്ധമാക്കിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ കുറച്ചാണ്. വളരെ ചുരുക്കം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമാണ് അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില ഭക്ഷ്യപദാർത്ഥങ്ങളോട് ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ചില ഭക്ഷണത്തോട് പ്രിയുണ്ടാവും, ചില ഭക്ഷണത്തോട് ഇഷ്ടം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഒഴിവാക്കാൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളൊക്കെ കൂടിയിരുന്നിട്ട് ഒരു ഉടുമ്പിന്റെ മാംസം കൊണ്ടുവന്നിട്ട് അവരൊക്കെ കഴിക്കാൻ തുടങ്ങി. പ്രവാചകനെ ക്ഷണിച്ചു. പ്രവാചകൻ വിസമ്മതിച്ചു, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികളൊക്കെ കഴിച്ചു. പ്രവാചകൻ അതിന് അനുവാദം കൊടുത്തു. ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഒഴിവാക്കാനുള്ള അനുവാദം നമുക്കുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ ഭക്ഷണ പദാർത്ഥത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. നമ്മളൊക്കെ എത്രയാണ് ഭക്ഷണത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കാറുള്ളത്? ഇതെന്ത് ഭക്ഷണമാണ്, ഇതാണോ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭക്ഷണത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നത് ഭക്ഷണ മര്യാദ പഠിപ്പിച്ചു തന്നിരിക്കുന്ന പ്രവാചകൻ വെറുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. മാ ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ ഖത്തുൻ, പ്രവാചകൻ ഒരിക്കലും ഒരു ഭക്ഷണത്തെയും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. ഇദഷ്തഹ അക്കല, പ്രവാചകന് താല്പര്യമുണ്ടെങ്കിൽ പ്രവാചകൻ ഭക്ഷണം കഴിക്കും. വൈൻ കരിഅഹു തറക, പ്രവാചകന് കഴിക്കാൻ ആഗ്രഹമില്ല എങ്കിൽ പ്രവാചകൻ അത് ഉപേക്ഷിക്കുകയും ചെയ്യും, കഴിക്കാതിരിക്കുകയും ചെയ്യും. എന്നല്ലാതെ പ്രവാചകന് ഇഷ്ടമില്ലാത്ത ആ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നത് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അഞ്ചാമതായി പ്രവാചകൻ പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമാണ് എടുക്കേണ്ടത്. അതിന് പകരം കുറെ ഭക്ഷണം എടുത്തിട്ട് അവസാനം ആ ഭക്ഷണമൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതി, ഒക്കെ നശിപ്പിക്കുക, അതും നമ്മൾ ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണത്. പ്രവാചകൻ പറഞ്ഞു, കീലു തുആമക്കും, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം അളന്നിട്ടായിരിക്കണം എടുക്കേണ്ടത്.
നിങ്ങൾക്ക് എത്ര ഭക്ഷണമാണോ കഴിക്കാൻ കഴിയുക, ആ കഴിക്കാൻ കഴിയുന്ന ഭക്ഷണത്തിന്റെ അളവ് മാത്രം എടുക്കുക. അതല്ലാതെ ഒരുപാട് ഭക്ഷണം എടുത്തിട്ട് അവസാനം ബാക്കിയാകുന്ന ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു രീതി ഉണ്ടാകാൻ പാടില്ല. യുബാരിക് ലക്കും ഫീ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്കതിൽ ബറക്കത്ത് നൽകുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനെ ഒരുപാട് ഭക്ഷണ മര്യാദകൾ പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഭക്ഷണ മര്യാദകളൊക്കെ പാലിക്കുക എന്നത് പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നയമാണ്, ഒരു രീതിയാണ്. അങ്ങനെ പ്രവാചകന്റെ സുന്നത്തുകൾ ഏതൊക്കെയാണോ ആ സുന്നത്തുകളൊക്കെ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ ഇബാദല്ലാഹ്. പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചും മാനിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഭക്ഷണ മര്യാദകളുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ഖുതുബകളിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ ഒരുപാട് പരീക്ഷണങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യപരമായ രോഗങ്ങൾ, മക്കളെ ലഭിക്കാത്ത ആളുകൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഒരുപാട് പരീക്ഷണങ്ങൾ. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകാനും ജീവിതത്തെ നേരിടാനും സന്തോഷത്തോടുകൂടി ദുനിയാവിൽ ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ കൈകടത്താൻ നമുക്കൊരിക്കലും സാധിക്കൂല. നമുക്ക് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പടച്ചതമ്പുരാൻ അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവർക്ക് വന്നു ഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അത്തരം ആളുകൾക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.